ഹലോ ഹായ് എവരി വൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ സുഖം വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ നമ്മളൊരു പുതിയ വളരെ ശുഭകരമായിട്ടുള്ള വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സെൻട്രൽ ഗവൺമെന്റിലേക്ക് ജോലി നൽകുന്ന അല്ലെ ഒരു മിനിസ്ട്രിയാണ് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് റെയിൽവേസ് എന്നറിയപ്പെടുന്നത്, നമ്മുടെ റെയിൽവേ അല്ലെ. അപ്പം നമ്മുടെ റെയിൽവേയിലേക്കുള്ള അടുത്ത വർഷങ്ങളിലെ എക്സാമിനേഷനോട് ബന്ധപ്പെട്ടിട്ടുള്ള കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ. നിങ്ങൾക്കറിയാം ഇപ്പം RRB നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ എന്താണ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ NTPC-യുടെ ഒക്കെ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നു നോട്ടിഫിക്കേഷൻ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഇപ്പൊ RRB നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒക്കെ എക്സാമിനേഷൻ എഴുതി അല്ലെ, നമ്മുടെ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളവർ കാണും അല്ലെ, അതിൽ ഈ പറയുന്ന ഉറപ്പില്ലാത്തവർ കാണും, അതിൽ ചിലപ്പോൾ എക്സാമിനേഷൻ എന്താണ് നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തവർ കാണും. അപ്പൊ അവർക്കുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഈ പറയുന്ന പുതിയ RRB-യുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ മിനിസ്റ്റർ ഓഫ് റെയിൽവേസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന പുതിയൊരു നോട്ടീസിനകത്ത് ഇതെന്തെല്ലാം എക്സാമിനേഷൻ കാണും, എന്തെല്ലാം നടത്തും എന്നുള്ള കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരം എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒക്കെ നോക്കിയാലോ. അപ്പൊ നോക്കാം. ഇത് പ്രധാനമായിട്ടും നമ്മുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അവര് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ഒരു നോട്ടീസാണ്. ഓക്കെ, ആ നോട്ടീസ് ഒക്കെ കാണാം. എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് അവര് പുറത്തിറക്കിയിട്ടുണ്ടായത് ഓൾ സോൺ റെയിൽവേസ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസാണ്. നോട്ടീസിനകത്ത് തൊട്ട് താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ has been decided with the approval of the competent authority to follow the annual calendar of the year 2026 for the recruitment to the undertaken by the railway recruitment boards. Zonal recruitment production units should access their vacancies as per the following time schedule എന്നുള്ളതാണ്. അതായത് താഴെ തട്ടിയിരിക്കുന്ന തസ്തികകളിലേക്കൊക്കെ പറയുന്ന അടുത്ത വർഷങ്ങളിലായിട്ട് നടത്താൻ പോകുന്ന എക്സാമിനേഷന്റെ തീയതികളിലും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സോണുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, അവര് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേക്കൻസികൾ എന്ത് റിപ്പോർട്ട് ചെയ്യണം എന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസും കൂടിയാണിത്. അത് നോക്കിയേ, ആദ്യം തന്നെ ജനുവരി മാർച്ച് മാസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഏതാണത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അറിയപ്പെടുന്ന എന്താണ് ഈ പറയുന്ന അല്ലെ ALP ആണ്, ലോക്കോ പൈലറ്റ് അല്ലെ. ലോക്കോ പൈലറ്റ് ഈ പറയുന്ന IT ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമിനേഷൻ കൂടിയാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് അല്ലെ. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എക്സാമിനേഷൻ ഈ പറയുന്ന രീതിയിൽ അതിന്റെ കാറ്റഗറീസ് ഈ പറയുന്ന ജനുവരി മാർച്ച് മാസങ്ങളിൽ എന്ത് ചെയ്യും കാണും എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ അസസ്മെന്റ് ഓഫ് വേക്കൻസീസ് അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ തന്നിരിക്കുന്ന തീയതി കൂടെ അതിനകത്ത് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നീഷ്യൻ ആണ് ആറല്ലേ ഈ പറയുന്ന RRB-യിലുള്ള ടെക്നീഷ്യനാണ്. ടെക്നീഷ്യൻ കാറ്റഗറിയിലേക്ക് പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടെക്നീഷ്യൻ മാത്രമാണോ അല്ല, സെക്ഷൻ കൺട്രോളർ അല്ലെ. അടുത്തിടെ സെക്ഷൻ കൺട്രോളർ എന്ത് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സെക്ഷൻ കൺട്രോളറിന്റെ അല്ലെ. അപ്പം ഈ സെക്ഷൻ കൺട്രോളറിന്റെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ടെക്നീഷ്യന്റെ എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. തൊട്ട് താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ അല്ലെ. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് എന്തെല്ലാം ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ, ഡീപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ്, കെമിക്കൽ മെറ്റീരിയൽ അസിസ്റ്റന്റ്, തൊട്ട് താഴെയായിട്ട് പാരാമെഡിക്കൽ കാറ്റഗറീസ് അല്ലെ. ഈ പറഞ്ഞ റെയിൽവേക്കുള്ള പാരാമെഡിക്കൽ കാറ്റഗറീസ് ഒരുപാട് പേര് എക്സാമിനേഷൻ കൂടിയാണ് പാരാമെഡിക്കൽ അല്ലെ. അതിനകത്ത് എന്ത് ചെയ്യാം എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. കാരണം +2 ഉള്ളവരും ഡിഗ്രി ഉള്ളവരും അല്ലെ, +2 ഉള്ളവരും ഡിഗ്രി ഉള്ളവരും ഒക്കെ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. എന്താണത് NTPC, നമ്മുടെ RRB NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് ഉള്ള എക്സാമിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത്. അതായത് ഈ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, RRB NTPC-യിലേക്കുള്ള അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കും എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾക്കറിയാം ഈ അടുത്തിടെയാണ് NTPC-യിലേക്ക് എന്ത് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരുന്ന മാസം 3 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ RRB-യുടെ എക്സാമിനേഷൻ വരുന്നതാണ് അല്ലെ. അപ്പൊ അതിന് കഴിഞ്ഞ ശേഷം ഇത് അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ അവർ എന്ത് ചെയ്യും റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിനേഷൻ എഴുതി പറയാം. ഇപ്പൊ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷൻ കഴിഞ്ഞ ശേഷം പുസ്തകം മടക്കി വെച്ചിരിക്കരുത് എന്നുള്ളതാണ് അല്ലെ. അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ പുസ്തകം മടക്കി ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതേ ഒരു വേവിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പോവുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ മതി. ഓക്കെ, അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സമയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാൻ പറ്റാതെ പോയതും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഇപ്പൊ എഴുതിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ളതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററിയോട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ റീസണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട്
ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ച് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ആണല്ലോ, ഒന്നും പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നേന്ന് പഠിച്ചുകൊണ്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പഠിച്ചുകൊണ്ട് പോയി എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എന്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിരുന്നാൽ മാത്രം മതി. അല്ലെ, പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യാതി പോയാൽ മതി എന്നുള്ള അതിനെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത വർഷം ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അല്ലെ, അടുത്തത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നമ്മുടെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി, അതായത് ഇപ്പൊ കുട്ടികളൊക്കെ എഴുതുന്ന ഗ്രൂപ്പ് ഡി, അല്ലെ, ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്കുള്ളത് അടുത്ത വർഷം 2026 നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒക്ടോബർ ഡിസംബർ മാസങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം ഒരുപാട് പ്രതീക്ഷ തരുന്ന ഒന്നാണ് ഇപ്പൊ വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെ, ലോക്കോ പൈലറ്റും ടെക്നീഷ്യനും NDPC പറയുന്ന ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, പാരാമെഡിക്കൽ, അതിന് മിനിസ്ട്രിയൽ പോസ്റ്റുകളായിട്ടുണ്ട് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി, അല്ലെ, ഗ്രൂപ്പ് ഡി സെക്ഷൻ കൺട്രോളർ, ലോക്കോ പൈലറ്റ്, ടെക്നീഷ്യൻസ്, പാരാമെഡിക്കലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആണല്ലോ, അപ്പം നിങ്ങൾക്കറിയാം അടുത്തിടെ റെയിൽവേ ദിനവുമായിട്ട് ബന്ധപ്പെട്ട അശ്വിനി വൈഷ്ണവ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും ഈ എന്താണ് റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റുകൾ എന്ത് ചെയ്യും അവർ നടത്തി വരും എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പുതിയ അപ്ഡേറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെയിൽവേയിലുള്ള പുതിയ ഇൻടേക്ക് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി വലിയ ലാഗൊന്നും വരില്ല. ഇനി എല്ലാ വർഷവും ഇതേപോലെ എന്ത് ചെയ്യും അവര് വിളിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ RRB SI അതേപോലെ തന്നെ കോൺസ്റ്റബിൾ എന്നീ പറയുന്ന നോട്ടിഫിക്കേഷൻ ഇതിന്റെ കൂടെ തന്നെ എന്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പകരം അടുത്തിടെ റെയിൽവേ ഇറക്കിയിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് അവർ പറയുന്നത് കോൺസ്റ്റബിളും SIയും എന്ത് ചെയ്യില്ല, RRBയുടെ കൂട്ടത്തിലായിരിക്കില്ല, അത് SSC ആയിരിക്കും എന്ത് ചെയ്യുന്നത് നടത്താൻ പോകുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, SSCയുടെ കൂടെ തന്നെ എന്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ, പറയുന്ന കോൺസ്റ്റബിൾ SIയും സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇത്തരത്തില് വർഷാവർഷങ്ങളിൽ എന്ത് ചെയ്യും അതും അതിന്റെ ഇൻടേക്ക് എന്ത് ചെയ്യും നടത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു നോട്ടിഫിക്കേഷനുകളാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, NTPCക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ആണല്ലോ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നിടത്ത് വെച്ച് നിർത്തരുത്. പറയാം, NTPCയുടെ വന്നിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിയുടെ കഴിഞ്ഞു, അല്ലേ, ഗ്രൂപ്പ് ഡിയുടെ കുറെ പേർക്ക് കഴിഞ്ഞു, കുറെ പേർക്ക് ഇനിയും കഴിയാനുണ്ട്, അല്ലേ. അപ്പം ഇവിടം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഇനി നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് എന്ത് നല്ല പരിചയമുണ്ട്, എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഉള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. ആണല്ലോ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് അടച്ചു വെച്ചിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ ഈ അന്നോട്ട് പഠിച്ചു തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടയിലുള്ള ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഉണ്ടെന്നല്ല, പൊതുവെ കണ്ടുവരുന്നൊരു എന്താണ് ശീലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്യുക, ഇതേപോലെ എന്താണ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തില് NTPCക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മൾ NTPCക്ക് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, അതേപോലെ തന്നെ സെക്ഷൻ കൺട്രോളർ ബന്ധപ്പെട്ടുള്ളത്, ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള എല്ലാ ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ASDB അക്കാഡമിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക്, അതേപോലെ കൂടെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ നൽകും, അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന PDF നോട്ടുകൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും നൽകുന്നതായിരിക്കും. ടോപ്പിക് വൈസ് ആയിട്ട് ടെസ്റ്റ്, ഓരോ ദിവസം പഠിച്ചതിനെ കുറിച്ചുള്ള ടോപ്പിക് വൈസ് ആയിട്ട് ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്ത് തന്നെ പോകാൻ പറ്റും. ഫുൾ ലെന്ത് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അതിന് ഭാഗത്ത് ലഭിക്കും. ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട്, ഡൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമ്മളെ വിളിച്ച് എന്ത് ചെയ്യാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട് എല്ലാം നമ്മൾ എന്ത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ആയിരിക്കും. ഓക്കെ, അതേപോലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും. ബേസിക് ട്രെയിനിങ് മുതൽ എന്ത് ചെയ്യുന്നത് നൽകി വരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗത്ത് ഇതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നൽകി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു രീതിയിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ ഇപ്പോൾ ഉള്ളിലുള്ള ആ ഫയർ നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. ഉള്ളിൽ ആ ഫയർ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് ഇതേ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആണല്ലോ, അല്ലെ. അപ്പൊ നിങ്ങളുടെ ആ ഉള്ളിൽ ആ ഒരു തീ ഇപ്പോഴും അണയാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് എന്താണ് നമ്മൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത എക്സാമിനേഷൻ വേണ്ടി തയ്യാറെടുത്തോ, നിങ്ങൾ ഉറപ്പിച്ചോ ആ ജോലി. ഓക്കെ, അപ്പൊ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യാം അവിടെ വിളിച്ച് ഒന്നെങ്കിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വിളിച്ച് ചോദിക്കാം. ഓക്കെ,
അതല്ല കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലെ ലിങ്കിൽ എന്ത് ചെയ്യാൻ മതി, നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരുന്നത് ആയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം മുന്നോട്ട് പോവുക, സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത തന്നെ എന്ത് ചെയ്യുക, കൊണ്ടുപോകുക എന്നുള്ളതാണ്. മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ചില ഭാഗങ്ങളിൽ സ്ട്രാറ്റജി ആയിരിക്കാം, സ്റ്റഡി പാറ്റേൺ ആയിരിക്കാം, ഇപ്പം എന്ത് ചെയ്യുക, അതൊക്കെ മാറ്റം വരുത്തി എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് ഇതേ ഊർജ്ജത്തോട് കൂടി തന്നെ എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.